അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് മിനിറ്റ് പോലത്തെ കൈയേറ്റ് നമ്മൾ കഴിക്കാം. അടിപൊളി സംഭവം കേട്ടോ. സോയാബി ഒന്നുപാട് വെന്തോട്ടോ കേട്ടോ. മസാല ഒക്കെ അടിപൊളി. ഇതാണ് നമ്മളെ മെയിൻ ഷെഫ്. ഇത് അസിസ്റ്റന്റ്, ഇതും അസിസ്റ്റന്റ്. അപ്പോൾ ഇവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ മറ്റേ ഈ ബ്രോക്കർ മറ്റേ ഏജന്റ് ഒക്കെ ഉണ്ടാവില്ല, അതേമാതിരിയാ ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുക. പക്ഷെ നല്ലൊരു മനസ്സിനാട്ടോ. ഇവിടെ നിൽക്കണേലുണ്ട് നല്ല സാധനം റെഡി ആയി വരുന്നുണ്ട്. പിന്നെ അതാ നമ്മളെ മക്രോണി ഇവിടെ. പക്ഷേ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ പരിപാടി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും നല്ലത് ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴും കുറച്ചെണ്ണം എന്താ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞാണ്ട് ഒരു ആവശ്യമില്ലാതെ വെറുതെ തിന്നാനാവുമ്പോ ഇങ്ങനെ വരും. ഇന്നലെ രാത്രി ആരാ കൂട്ടാണ്ടാക്കിയത്? ചിക്കൻ കറി. ആ ഗഞ്ചിനോട് ചോദിച്ചു നോക്കി. ഇവിടെ ഈ തൊള്ളവട അയച്ചാണ്ട് ഇതാ സ്വിഗ്ഗി ഓടാറിനാണ്ട് വന്നാണ്. സ്വിഗ്ഗി ഇല്ല, കുറേ ബാഗ് അവിടെ കൊടുന്ന് വെച്ചേക്കണ് സ്വിഗ്ഗിൻ്റെ. അവർ പണി എടുക്കൂല. സ്വിഗ്ഗിൻ്റെ ബാഗ്, സ്വിഗ്ഗിൻ്റെ ടീഷർട്ടൊക്കെ അവിടെ കൂറ്റില്ല. ഇത് പിന്നെ അടുത്ത വരുത്തം പടതാ പടം കാണുന്നത് നല്ല ഉറക്കത്തിലാണ് പടത്തിൽ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനിയിപ്പോൾ അടുത്ത കുറച്ചെണ്ണം ഉണ്ട് ഇവിടെ. കാണിച്ചു തരാം. ഇതൊക്കെയാണ്. ഇത് നല്ലൊരു എന്തോ ഒരു കാര്യമായിട്ടുള്ള പരിപാടിയിലാണ് ഇവിടെ. ആ കിളി കണ്ടാൽ അറിയാം. അത് പെട്ടെന്ന് വാട്സപ്പിൽ എന്തോ ആക്കിട്ടോ. കിളി പിന്നെ എന്തോ പരിപാടിയിലാണ്. എത്തിന് അനക്കെന്തിനാണ് എണ്ണ? അത് പോവില്ല, അത് പോവില്ല. അനക്കെന്തിനാ എണ്ണ പറയും? ഇജന് ഫുഡ് ഉണ്ടാക്കാൻ വരലുണ്ടാ? പാത്രം സെറ്റാക്കി കേറിയിട്ടുള്ളൂ. എത്ത് പാത്രം സെറ്റാക്കുക? എപ്പോ ഫ്രീ ഫയർ കളിച്ചല്ലേനാ? അനക്കെന്തിനാ എണ്ണ? അത് പറയും. എണ്ണത്തിനക്ക് എണ്ണ ചട്ടിയിൽ വയ്ക്കാണ്ടാ. ചട്ടിയിലേക്കാ? ഇജ ചട്ടി ആൾക്കാർ എന്തിനാ എണ്ണ യൂസ് ചെയ്യല്? ഇജ് ചട്ടി